സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഒരായിരം സ്തോത്രം ഞാൻ ചൊല്ലുന്നു, 10,000 സ്തുതികൾ അർപ്പിക്കുന്നു. ഒരായിരം സ്തോത്രം ഞാൻ ചൊല്ലുന്നു, 10,000 സ്തുതികൾ അർപ്പിക്കുന്നു. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രയേറെ നന്മകളേകാൻ, എന്നുണ്ടെന്നിൽ നന്മയാ, എന്നു കണ്ടെന്നിൽ പുണ്യമാ, എന്തുണ്ടെന്നിൽ നന്മയാ, എന്തു കണ്ടെന്നിൽ പുണ്യമാ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പല പ്രസ്താവനകളും ലോക പ്രസിദ്ധമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ കേട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉദ്ധരിച്ചതുമായിട്ടുള്ള ഒരു പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയാണ്. അത് രാഷ്ട്രീയക്കാർ പല കാലങ്ങളിൽ ഉപയോഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ പല നേതാക്കന്മാരും ഈ പ്രസ്താവനകൾ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിപാടികൾ, രാജ്യത്തിൻ്റെ പരിപാടികൾ എന്നുള്ള ഒരു വിഭജനം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് പൊതുവെ യേശുക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവനയെ ആളുകൾ എടുക്കുകയും ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയക്കാർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഷയം തന്നെയാണ്. ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ടാക്സ് കൊടുക്കണം, ഗവൺമെൻറ്റിനോട് പ്രജകൾക്കുള്ള പൗരന്മാർക്കുള്ള ഉത്തരവാദിത്തം എന്ത്, അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് എന്ത് ഉത്തരവാദിത്തമുണ്ട് എന്നിങ്ങനെ രണ്ടായി മനുഷ്യൻ്റെ പൊതു ഉത്തരവാദിത്തങ്ങളെ വിഭജിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയായിട്ടാണ് പൊതുവെ ആളുകൾ ഇതിനെ മനസ്സിലാക്കാറ്. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഉൾക്കാഴ്ചകളിൽ ആ പ്രസ്താവനയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് എവിടെയാണ് ഈ സംഭവം നടന്നതെന്നും എപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ഈ പ്രസ്താവന പറഞ്ഞതെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ വാക്കിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നതിന് പരീശന്മാർ പോയി ഗൂഢാലോചന നടത്തി. അവർ തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടൊപ്പം യേശുവിൻ്റെ അടുക്കൽ അയച്ചു. അവർ അദ്ദേഹത്തോട്, ഗുരോ, അങ്ങ് സത്യസന്ധൻ എന്നും ദൈവീക മാർഗം അങ്ങ് സത്യസന്ധമായി മാത്രം പഠിപ്പിക്കുന്നു എന്നും ഞങ്ങൾക്കറിയാം. അങ്ങ് പക്ഷപാതം കാണിക്കുന്നില്ല, അതുകൊണ്ട് ആർക്കും അങ്ങയെ സ്വാധീനിക്കാൻ കഴിയുകയുമില്ല. അങ്ങയുടെ അഭിപ്രായം എന്താണ്? റോമൻ കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. യേശു അവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയിട്ട്, കാപട്യം നിറഞ്ഞവരെ, നിങ്ങൾ എന്നെ കൊടുക്കുവാൻ തുനിയുന്നത് എന്തിന്? നികുതി കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു നാണയം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അവരൊരു നാണയം കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ചു. യേശു അവരോട്, ഇതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന രൂപവും ലിഖിതവും ആരുടേത് എന്ന് ചോദിച്ചു. കൈസറുടേത് എന്നവർ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈസർക്ക് നൽകേണ്ടത് കൈസർക്കും ദൈവത്തിന് നൽകേണ്ടത് ദൈവത്തിനും നൽകുക എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇത് കേട്ട് അവർ വിസ്മയിച്ച് അദ്ദേഹത്തെ വിട്ടുപോയി. ഇതാണ് ഈ സംഭവം നടന്നപ്പോൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ. 2 കൂട്ടം ആളുകൾ യോജിച്ചാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവരെന്തിനു വേണ്ടി വരുന്നു എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് യേശുവിനെ
ഒന്ന് കുടുക്കിലാക്കണം. യേശുവിനെ കുടുക്കിലാക്കാനായിട്ട് പല ഉപായങ്ങളും യേശുവിൻ്റെ ശത്രുക്കളായ ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വളരെ കൗശലപൂർവ്വം അവരൊരുക്കിയ ഒരു കെണിയായിരുന്നു. രണ്ട് കൂട്ടം ആളുകളാണ് വരുന്നത്. ഒരു കൂട്ടം ആളുകൾ പരീശന്മാരാണ്, മറ്റൊരു കൂട്ടം ഹെരോദ്യർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. വാസ്തവത്തിൽ ഇവർക്ക് തമ്മിൽ യാതൊരു യോജിപ്പും ആശയപരമായിട്ടില്ല എന്നുള്ളതാണ് ശരി. അവരൊരിക്കലും ചേരുന്ന രണ്ട് കൂട്ടരല്ല. പക്ഷേ അവർക്കിപ്പോൾ ഒരു പൊതുശത്രുവുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഒരു പൊതുശത്രു വരുമ്പോൾ നേരത്തെ എതിരായി നിന്ന ആളുകളൊക്കെ യോജിക്കും എന്ന കാര്യം നമുക്കറിയാമല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇതാ രണ്ട് കൂട്ടം എതിരാളികൾ ഒരു പൊതുശത്രുവിനെതിരെ യോജിക്കുന്നു. അവരുടെ പൊതുശത്രു കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആലോചന. അതിന് അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ടാക്സിനെ കുറിച്ചുള്ള ചോദ്യം യേശുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. നികുതി കൊടുക്കുന്നത് ശരിയാണോ? നമുക്ക് എല്ലാ കാലത്തും അറിയാം, ഈ ടാക്സ് അല്ലെങ്കിൽ നികുതികൾ എന്ന് പറയുന്നത് ഒരു വലിയ വിവാദ വിഷയമാണ്. ഏത് കാലഘട്ടത്തിലായാലും, അത് അന്നത്തെ കാലഘട്ടത്തിലായാലും ഇന്നത്തെ കാലഘട്ടത്തിലായാലും ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലായാലും ടാക്സ് ഒരു വളരെ സെൻസിറ്റീവായ, വളരെ വിവാദം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ചോദ്യവുമായിട്ട് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊരു കുടുക്ക് ചോദ്യമാണ്. ഇതിന് സമാനമായ ഒരു ചോദ്യം ഏതെന്ന് നമുക്ക് ആലോചിച്ചാൽ അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് ഉത്തരം യെസ് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും രണ്ടും കുടുക്ക് പ്രശ്നമാണ്. അതുപോലെയാണ് ഈ ചോദ്യവും ഇരിക്കുന്നത്. കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയാണോ? മാത്രമല്ല, അവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചില വിശേഷണങ്ങൾ യേശുവിന് ചാർത്തി കൊടുക്കുന്നുണ്ട്. താങ്കൾ വളരെ നിഷ്പക്ഷനായിട്ടുള്ള വ്യക്തിയാണ്, താങ്കൾക്ക് രാഷ്ട്രീയ ചായ്വുകളൊന്നുമില്ല, അതുകൊണ്ട് കൃത്യമായ ഉത്തരം പറയും എന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല, താങ്കൾ പണ്ഡിതനാണ്, മഹാനാണ് എന്നൊക്കെ അവർ ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലൊരു കുടുക്കുണ്ട് എന്ന് യേശുവിന് കൃത്യമായി മനസ്സിലായി. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും യേശുവിന് മനസ്സിലായി. അപ്പോൾ യേശു അതിന് നികുതി കൊടുക്കാം എന്ന് ഉത്തരം പറഞ്ഞു എന്ന് ചിന്തിക്കുക. എന്തായിരിക്കും അവരുണ്ടാക്കുന്ന അതിന് മറുപടിയായിട്ട് അവർ പറയുക? അപ്പോൾ യേശു റോമക്കാർക്ക് വേണ്ടി നികുതി കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്, യഹൂദ രീതികളോട് ചേരാത്ത വ്യക്തിയാണ്, യഹൂദ വഞ്ചകരാണ് എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ പറയാം. ഇനി യേശു പറയുകയാണ് കൈസർക്ക് നികുതിയൊന്നും കൊടുക്കണ്ട എന്ന് പറയുകയാണ് എങ്കിൽ അത് രാജ്യദ്രോഹമായിട്ട് ചിത്രീകരിക്കാം, യേശുവിനെ കൈസറുടെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാം. അങ്ങനെ രാഷ്ട്രീയപരമായ നേട്ടം അവർക്ക് കൊയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു പരീശന്മാരുടെയും ഹെരോദാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന ചിന്തകൾ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ സാഹചര്യത്തെ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നു. ഇതിനേക്കാൾ മികച്ച നിലയിൽ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാനായിട്ട് മറ്റാർക്കും സാധിക്കുകയില്ല. അത് യേശുക്രിസ്തുവിൻ്റെ തനതായ ഒരു രീതിയാണ്. അദ്ദേഹം വളരെ പ്രശ്നബാധിതമായ ഒരു സമയത്ത് പോലും എത്ര സമചിത്തതയോടെ അതിനെ നേരിടുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ നികുതി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാണയം എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു നാണയം കൊണ്ടുവരുന്നു. ആ നാണയം യേശു കൈകളിലെടുത്തിട്ടുണ്ടാവാം. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതിലെ മുദ്ര ആരുടേതാണ്? ഇതിലെ എഴുത്ത് ആരുടേതാണ്? ഇത് ആരിറക്കിയ നാണയമാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെല്ലാം അറിയാം, അന്നത്തെ കാലത്ത് അവരുടെ വിനിമയത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത് അന്നത്തെ ഭരണം നടത്തുന്ന റോമൻ ഭരണകൂടമാണ്, സീസറാണ്. അപ്പോൾ സീസറുടെ അല്ലെങ്കിൽ കൈസറുടെ മുഖം പതിപ്പിച്ച മുദ്രയുള്ള നാണയമാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, ഇതിലെ മുദ്രണം ആരുടേതാണ്? ഇതിലെ എഴുത്തുകൾ ആരുടേതാണ്? ഉത്തരം സീസറുടേത്. അപ്പോൾ കർത്താവിൻ്റെ മറുപടി ഇതാണ്, അങ്ങനെയെങ്കിൽ സീസർക്ക് കൊടുക്കേണ്ടത് സീസർക്ക് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ എത്ര സമർത്ഥമായ ഉത്തരമാണ് കർത്താവ് നൽകിയത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരായ ചില ആളുകൾ പറയുന്നത് ഈ ഒറ്റ പ്രസ്താവനയിൽ അനേക ടൺ കണക്കിന് ജ്ഞാനം ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് പഠിക്കാനും അനേക പ്രബന്ധങ്ങൾ എഴുതാനും സാധ്യമാകുന്ന നിലയിൽ അത്രയധികം പരിജ്ഞാനം ഉൾപ്പെടുത്തിയിട്ടാണ് യേശുക്രിസ്തു ഈ പ്രസ്താവന പറഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ വകയുണ്ട്. പ്രത്യേകിച്ച് ഒരു പൗരൻ്റെ പൗരധർമ്മം എന്നതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ അതിൽ പറയാൻ സാധിക്കും. അതേപോലെ ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും എന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ധാരാളം ചിന്തകളടങ്ങിയ വളരെ ഉന്നതമായ ജ്ഞാനമടങ്ങിയ ഒരു ഉത്തരം യേശുക്രിസ്തു കൊടുക്കുകയാണ്. അത് കേട്ട ആളുകൾ എന്ത് ചെയ്തു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ്, അവർ വിസ്മയിച്ചു പോയി. അവർ പ്രതീക്ഷിച്ചത് യേശു കുടുങ്ങി എന്നാണ്.
ഈ ഉത്തരം പറഞ്ഞാൽ യേശുവിനെ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കും. യേശുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതോടുകൂടി യേശുവിൻ്റെ പരസ്യ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ആ കുടുക്കിൽ പെട്ടുപോകാതെ യേശുക്രിസ്തു വളരെ സമർത്ഥമായി അതിൽ നിന്ന് മറികടക്കുന്ന കാര്യം നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു ഈ പ്രസ്താവന പറഞ്ഞപ്പോൾ അത് കേട്ട ആളുകൾ ആശ്ചര്യത്തോടെ പിന്തിരിഞ്ഞു പോയി. പിന്നെ അവർക്ക് ഒരു മറുപടിയും പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ടാക്സിൻ്റെ കാര്യം മാത്രമാണോ യേശുക്രിസ്തു അവിടെ പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു ഭരണകൂടവും പൗരധർമ്മവും ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കടമകളും എന്നുള്ള ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഉത്തരം മാത്രമാണോ യേശുക്രിസ്തു അതിലൂടെ പറഞ്ഞത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിനപ്പുറത്തേക്ക് നീളുന്ന ചില ഉൾക്കാഴ്ചകൾ കൂടി ഈ പ്രസ്താവനയിലൂടെ, ഈ സംഭവത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ യേശുക്രിസ്തു വാസ്തവത്തിൽ ഒരു താരതമ്യമാണല്ലോ നടത്തുന്നത്. ഒരു നാണയം എടുത്തിട്ട് ആ നാണയത്തിലെ മുദ്ര ആരുടേത്, അതിലെ മേലെഴുത്ത് ആരുടേത് എന്ന ചോദ്യം ചോദിക്കുന്നു. എന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ്, ഇത് സീസറാണ് ഇറക്കിയതെങ്കിൽ, ഇത് സീസറുടെ മുദ്രയാണ് വഹിക്കുന്നതെങ്കിൽ, ഇതിലെ എഴുത്ത് സീസറുടേതാണെങ്കിൽ അത് സീസർക്കുള്ളതാണ്, അത് സീസർക്ക് കൊടുക്കുക. എന്നിട്ടോ മറുവശത്ത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു താരതമ്യം തീർച്ചയായിട്ടും അവിടെയുണ്ട്. എന്താണ് സീസറുടെ മുദ്ര വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമാണ്. നാണയം അഥവാ അന്നത്തെ വിനിമയത്തിലെ പണം, അതാണ് സീസറുടെ മുദ്ര വഹിക്കുന്നത്. വാസ്തവത്തിൽ ഭരണകൂടം ആണ് പണത്തിൻ്റെ അധികാരി. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 2018 നമ്മുടെ അനുഭവം തന്നെ അറിയാമല്ലോ. അന്ന് നമ്മുടെ ഭരണകൂടം നമ്മുടെ വിനിമയം ചെയ്തുകൊണ്ടിരുന്ന നോട്ടുകൾ അത് ഇനി മുതൽ ലീഗൽ ടെൻഡർ അല്ല, കറൻസി അല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ വില ഇല്ലാതായി എന്നുള്ള കാര്യം നമുക്കറിയാം. ഭരണകൂടം നിശ്ചയിക്കുന്നതാണ് ഒരു നാണയത്തിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ആ വില വേണ്ടെന്ന് വെച്ചാൽ അതിന് വിലയില്ല. അത് വളരെ നമുക്ക് പരിചയമുള്ള അനുഭവം തന്നെയാണ്. അതാണ് യേശുക്രിസ്തു പറയുന്നത്, ഇത് ഇറക്കിയത് റോമൻ ഗവൺമെൻറ്റാണ്, അതിലെ മുദ്ര സീസറുടേതാണ്, അതിൻ്റെ വിലയും അവരാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് സീസർക്ക് കൊടുക്കേണ്ടതുമാണ്. അത് ന്യായമായിട്ട് ഭരണകൂടത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ മറുവശത്ത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ മുദ്ര വഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ മുദ്ര വഹിക്കുന്നത്? ആ ചോദ്യം അവിടെ ഉയരുകയാണ്. നാണയം അല്ലെങ്കിൽ നോട്ടുകൾ ഭരണകൂടത്തിൻ്റെ മുദ്ര വഹിക്കുന്നുവെങ്കിൽ, ഭരണകൂടത്തിൻ്റെ അധികാരവും ഭരണകൂടത്തിൻ്റെ അംഗീകാരവും വഹിക്കുന്നുവെങ്കിൽ, മറുവശത്ത് ദൈവത്തിൻ്റെ അംഗീകാരവും ദൈവത്തിൻ്റെ മുദ്രയും വഹിക്കുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്നവർ മനുഷ്യരാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ബൈബിൾ നടത്തുന്ന ഏറ്റവും ഗംഭീരമായ പ്രസ്താവന ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം നടത്തുന്ന ഗംഭീരമായ ഒരു പ്രസ്താവനയുണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ നിർമ്മിക്കുക എന്നാണ് അവിടെ പറയുന്നത്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവം തന്നെ നടത്തുന്ന ഗംഭീരമായ പ്രസ്താവനയാണത്. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാണ് സീസറുടെ മുദ്ര വഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിലാണ് സീസറുടെ മുദ്ര പതിഞ്ഞിരിക്കുന്നത്? അത് നാണയത്തിലാണ്, അത് പണത്തിലാണ്, അത് ടാക്സിലാണ്. എന്നാൽ മറുവശത്ത് ആരിലാണ് ദൈവത്തിൻ്റെ മുദ്രയുള്ളത്, ആരാണ് ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്നത്? അത് മനുഷ്യനാണ്. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഒരുപാട് സൃഷ്ടികളുണ്ട്. മൃഗങ്ങൾ, പല വിധത്തിലുള്ള മൃഗങ്ങളുണ്ട്. അവയ്ക്കെല്ലാം പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. എന്തിനു വേണ്ടി ദൈവം അതിനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നമുക്കതിനെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ സസ്യജാലങ്ങളുണ്ട്. ഓരോ സസ്യങ്ങളെയും ദൈവം നിർമ്മിച്ചതിന് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ അതിലെല്ലാം വ്യത്യസ്തമായി ദൈവത്തിൻ്റെ സ്വരൂപവാഹകരായി, ദൈവത്തിൻ്റെ ഛായ ഉള്ളവരായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമാണ്. അതുകൊണ്ടാണ് നാം മനുഷ്യനെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്നത് മനുഷ്യനാണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപം നമ്മിൽ ദൈവം പതിപ്പിച്ചതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ മുദ്ര നമ്മിലുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ മുദ്ര വഹിക്കുന്നവരായിട്ട് മനുഷ്യൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ആരിലാണ് ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നത്, ആരാണ് ദൈവത്തിൻ്റെ ഛായ വഹിക്കുന്നത്? അവൻ ദൈവത്തിനുള്ളവനാണ്. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, പണം ഭരണകൂടത്തിൻ്റേതാണ്, പണം സീസറുടേതാണ്, അതുകൊണ്ട് സീസർക്ക് ടാക്സുകളും നികുതികളും ചുങ്കവും ഒക്കെ കൊടുക്കുക.
അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് നിങ്ങളുടെ പൗരധർമ്മമാണ്, നിങ്ങളുടെ സിവിക് ഡ്യൂട്ടിയാണ്. അതേസമയം നീ ഒരു മനുഷ്യനെന്ന നിലയിൽ നീ ദൈവത്തിൻ്റെ സ്വരൂപവാഹകനാണ്. അതുകൊണ്ട് നിൻ്റെ മേലുള്ള ഉടമസ്ഥാവകാശം ദൈവത്തിനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം കാണേണ്ട ഒരു പാഠമെന്ന് പറയുന്നത് നാം ദൈവത്തിനുള്ള ആളുകളാണ് എന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം നമ്മിൽ മുദ്രിതമായിട്ടുണ്ട്. നമ്മുടെ മേലുള്ള ഏറ്റവും പരമാധികാരം ദൈവത്തിന് മാത്രമാണ്. നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ വകയായിട്ട് നാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മുഴുവനും ദൈവത്തിനായി സമർപ്പിക്കുക എന്നുള്ളതാണ്. പണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ വകയാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വകയാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു പരിമിതമായ അവകാശമേ ഗവൺമെൻറ്റിനുള്ളൂ. പണത്തിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കാനോ പണത്തിൻ്റെ മൂല്യം നിയന്ത്രിക്കാനോ ഒക്കെ ഗവൺമെൻറ് സാധിച്ചേക്കാം. എന്നാൽ ദൈവത്തിന് നമ്മുടെ മേലുള്ള അധികാരവും അവകാശവും അത് പരമമായിട്ടുള്ള അവകാശമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന നമ്മുടെ ആത്മാവിനെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെ മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആശയങ്ങളെയും നമ്മുടെ ശേഷികളെയും ഒക്കെ നിയന്ത്രിക്കാനും അതിൻ്റെ മേലെല്ലാം അവകാശം സ്ഥാപിക്കാനും ദൈവത്തിന് സാധിക്കുന്നു. അതാണ് നമുക്ക് അവിടെ നിന്ന് കാണുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നമുക്കവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നാം നമ്മുടെ സ്വത്വം കണ്ടെത്തുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നാണ്. എന്താണ് ഈ സ്വത്വം എന്ന് പറഞ്ഞാൽ? സ്വത്വം എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് എൻ്റെ മൂല്യം? അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻ്റെ പ്രസക്തി എന്താണ്? എൻ്റെ വില എന്താണ്? ഇത് ഏത് മനുഷ്യനും ചോദിക്കുന്ന, അവൻ്റെ മനസ്സിനെ എപ്പോഴെങ്കിലും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ആരാണ്, എന്താണ് എൻ്റെ വില, എന്താണ് എൻ്റെ മൂല്യം. നമുക്കറിയാമല്ലോ, ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അലയുന്ന കാഴ്ച നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കും. പല ആളുകൾക്കും അവർക്ക് ഒരു മൂല്യവും അവരിൽ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് എന്ത് വിലയാണുള്ളത്? എന്താണ് എൻ്റെ മൂല്യം? എനിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഈ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന, ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവനയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട്, ദൈവത്തിൻ്റെ മുദ്ര നമ്മിൽ പതിഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വത്വം കണ്ടെത്താൻ, നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ, നമ്മുടെ മൂല്യവും നമ്മുടെ വിലയും കണ്ടെത്താൻ ദൈവമുണ്ട്. ദൈവം നമുക്ക് ഇടുന്ന വിലയാണ് നമ്മുടെ വില. ദൈവം നമ്മെ വിലയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പരം മൂല്യം നമുക്ക് വേറെ എവിടെയും തിരയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ മൂല്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരാളുടെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ലോകത്തിൽ കാണാൻ സാധിക്കും. ലോകം പറയുന്ന ചിന്തകൾ ദൈവം പറയുന്ന പോലെയുള്ള ചിന്തയല്ല. എന്ന് വെച്ചാൽ ലോകത്തിൽ മൂല്യമുള്ളവരാരാണ്? വലിയ സൂപ്പർ സ്റ്റാറുകളുണ്ട്, അതേപോലെ കലാകായിക രംഗങ്ങളിൽ വളരെ പ്രസിദ്ധരായിത്തീർന്ന ആളുകളുണ്ട്, വലിയ നേതാക്കന്മാരുണ്ട്. അപ്പോൾ ലോകം പറയുന്നത് സൗന്ദര്യമുള്ള ആളുകളാണ് മൂല്യമുള്ളവർ, അല്ലെങ്കിൽ കായിക ശേഷിയുള്ള ആളുകളാണ് മൂല്യമുള്ളവർ, സ്ഥാനവും അധികാരവും ഉള്ളവരാണ് മൂല്യമുള്ളവർ, പണമുള്ളവരാണ് മൂല്യമുള്ളവർ. അതേപോലെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിലോ പ്രത്യേക മതത്തിലോ ജനിച്ച ആളുകൾ അവർ വലിയ മൂല്യമുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക രാജ്യത്ത് ജനിച്ച ആളുകൾ ആ രാജ്യത്തിൻ്റെ ദേശീയത പറഞ്ഞുകൊണ്ട് ആ രാജ്യക്കാർ കേമന്മാരാണ് എന്നൊക്കെ പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ അത് നിലനിർത്താൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നത് നമുക്ക് കാണാം. സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സിനിമാ നടന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവരവരുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തുന്നത്. കാരണം അവരുടെ മൂല്യം നിർണ്ണയിക്കുന്നത് അവരുടെ സൗന്ദര്യമാണ് എന്നവർ ധരിച്ചു വച്ചിരിക്കുകയാണ്. കായിക താരങ്ങൾ അവരുടെ കായികക്ഷമത നിലനിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്നു. കാരണം ഈ കായികക്ഷമത നിലനിർത്തിയാലേ അവർക്ക് അവരുടെ മൂല്യം തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പണക്കാർ അവരുടെ പണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ വരുമാനം കൂടുതൽ ഉയർത്താൻ ശ്രമിക്കുന്നു. കാരണം ഈ പണമാണ് അവർക്ക് മൂല്യം നൽകുന്നത് എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞ പ്രസ്താവനയോടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നമുക്ക് നമ്മുടെ മൂല്യം കണ്ടെത്തണമെങ്കിൽ, നമുക്ക് നമ്മുടെ സ്വത്വം കണ്ടെത്തണമെങ്കിൽ അത് ദൈവത്തിൽ കണ്ടെത്താൻ സാധിക്കും. കാരണം ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ, ദൈവമാണ് നമ്മുടെ അവകാശി, ദൈവത്തിൻ്റെ മുദ്ര നമ്മിൽ പതിഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ മേലെടുത്ത് നമ്മുടെ മേലുണ്ട്, നാം ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്നവരാണ്. അതാണ് നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിലയില്ലാത്തവനാണ് എന്ന് ആരും പരിതപിക്കേണ്ട കാര്യമില്ല.
എന്നെ ആർക്കും വേണ്ടല്ലോ, എൻ്റെ ജീവിതം കൊണ്ടൊരു പ്രസക്തിയും ഇല്ലല്ലോ എന്നാരും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുദ്ര നമ്മിൽ വഹിക്കുന്ന ആളുകളാണ്. അത് എത്ര വലിയ ഭാഗ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. മൂന്നാമതൊരു കാര്യം കൂടി ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നാം ദൈവത്തിൻ്റെ സ്വരൂപവാഹകരായതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും എന്നൊരു കാര്യം കൂടി അവിടെയുണ്ട്. ഈ ദൈവത്തോട് ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കും. ദൈവത്തോട് ബന്ധം പുലർത്താൻ സാധിക്കുമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ദൈവത്തോട് ഒരു കൂട്ടായ്മ നമുക്ക് സാധ്യമാണ്. രണ്ട്, ദൈവത്തോടൊരു റിലേഷൻഷിപ്പ് അഥവാ ഒരു ബന്ധവും നമുക്ക് സാധ്യമാണ്. ദൈവത്തെ അറിയാൻ കഴിയുന്ന ആളുകളാണ്. ദൈവം ആരാണെന്നോ ദൈവം എങ്ങനെയുള്ളവനാണെന്നോ ഈ ദൈവവുമായിട്ട് എനിക്കെങ്ങനെ അടുത്ത് ഇടപെടാൻ സാധിക്കുമെന്നോ ചോദ്യങ്ങളൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോകുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഈ ദൈവത്തോട് എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്നോ ദൈവം ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നോ എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സന്ദേഹങ്ങളുണ്ട്. ഒരു കവി അതിനെക്കുറിച്ച് ഇങ്ങനെ പാടി, ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ഒരു ശില്പമല്ല എന്ന് പാടുകയുണ്ടായി. അപ്പോൾ ദൈവം ഒരു കല്ലാണെങ്കിൽ, ദൈവം ഒരു ശില്പമാണെങ്കിൽ ഈ ദൈവത്തോട് എനിക്കെങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക? എനിക്കെങ്ങനെയാണ് ഒരു ബന്ധം സാധ്യമാവുക? അതൊരു വലിയ ചോദ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുദ്ര വഹിക്കുന്നവരായിട്ടുള്ള നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം സാധിക്കുന്ന ആളുകളാണ്. അതെത്ര വലിയ ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കും, ദൈവം പറഞ്ഞാൽ നമുക്കും കേൾക്കാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ സ്വരൂപമുള്ള ആളുകളായിട്ട് നമ്മൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബന്ധം സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പ്രസ്താവന തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. അതൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ ഈ ദൈവത്തോട് ബന്ധം സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു മാത്രമേ പാപരഹിതനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. പാപികളായ നമുക്ക്, ദൈവത്തോട് ബന്ധം സാധ്യമല്ലാത്ത വിധം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ, ദൈവവുമായിട്ട് ഹൃദ്യമായ ഒരു ബന്ധം സാധിപ്പിക്കാൻ യേശുക്രിസ്തു ഒരുക്കിയ ഏക വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനായിട്ട് കർത്താവായ യേശുക്രിസ്തു ചെയ്തതാണ്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി കാൽവരി ക്രൂശിൽ സ്വയം ജീവൻ സമർപ്പിച്ചു. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ അവൻ സ്വന്തം ശരീരത്തിന്മേൽ ഏറ്റെടുത്തു. അങ്ങനെ അവനൊരു പുതിയ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു. ആ വഴിയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കും. അവിടെ എത്തി ദൈവവുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ദൈവവുമായിട്ട് നമുക്ക് ആശയവിനിമയം സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ മൂല്യം കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശമാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് മഹാഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മൂല്യം തേടി നമുക്ക് മറ്റൊന്നിലും അലയേണ്ട കാര്യമില്ല. എന്താണ് എൻ്റെ പ്രസക്തി എന്ന് ചോദിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കർത്താവായ യേശുക്രിസ്തു വഴി, ദൈവം സ്ഥാപിച്ച വഴിയിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ, ദൈവത്തിൻ്റെ വകയായി തീരാൻ, ദൈവത്തിൻ്റെ അവകാശമുള്ള ആളുകളായിട്ട് തീരാൻ നമുക്ക് സാധിക്കുന്നു. അതൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരാനായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമായി തീരാനായിട്ടും ദൈവവുമായിട്ട് ഹൃദ്യമായിട്ടുള്ളൊരു ബന്ധം സാധ്യമാകാനായിട്ടും കഴിയട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. നിന്നുള്ളം കയ്യിൽ വരച്ചെന്നെ നിൻ ഹൃത്തടത്തിൽ വഹിക്കുന്നു. നിന്നുള്ളം കയ്യിൽ വരച്ചെന്നെ നിൻ ഹൃത്തടത്തിൽ വഹിക്കുന്നു. നിത്യതയിലെത്തുവോളം സൂക്ഷിക്കുന്നു. അമൂല്യമായൊരു നിധി പോലെന്നെ നിത്യതയിലെത്തുവോളം സൂക്ഷിക്കുന്നു. അമൂല്യമായൊരു നിധി പോലെന്നെ. എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ. എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ. നാം ഉപയോഗിക്കുന്ന നോട്ട് അല്ലെങ്കിൽ നാണയങ്ങൾ നമ്മുടെ വകയാണ് എന്ന് പറയാമെന്ന് വരികിലും അതിൽ ഗവൺമെൻറ്റിൻ്റെ മുദ്രയുള്ളതുകൊണ്ട് അത് ആത്യന്തികമായി ഗവൺമെൻറ്റിൻ്റെ വകയാണ് എന്നതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട്
നാം ദൈവത്തിൻ്റെ വകയാണ്. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവസ്വരൂപത്തിലും ഛായയിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയതായിരിക്കുന്ന മനുഷ്യൻ്റെ മൂല്യമെന്ന് പറയുന്നത് 0 ആണ്. വട്ടപൂജ്യമാണ് ഓരോ മനുഷ്യരുടെയും മൂല്യം. നിത്യമായ നരകത്തിൽ ചെന്ന് ചേരേണ്ടവരാണ് ഓരോ മനുഷ്യരും. ദൈവം നമ്മെ മൂല്യമുള്ളതാക്കി തീർക്കുവാൻ തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായിട്ട് മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം തൻ്റെ നീതി പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ കണക്കിട്ടതുകൊണ്ട് നമുക്ക് മൂല്യമുള്ളതായിട്ട് തീർന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനായി സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗനാട്ടിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ ഏവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ വിലയുള്ളതായിട്ട് എണ്ണുവാനായിട്ട് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ ഞങ്ങൾക്ക് പകരക്കാരനായി മരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ആ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുവാനായിട്ട് ഇന്ന് സന്ദേശം കേട്ട് ഏവരുടെയും ഹൃദയത്തെ അവിടുന്ന് തുറക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം പകരണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിനെ സ്വന്തം നാഥനായി സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിന്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം